Good morning, students. Good morning, sir. 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 കഴിഞ്ഞ ക്ലാസ്സിലെ ലെക്ചർ നോട്ട്സ് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നു? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കുറച്ച് കൂടുതൽ കണ്ടന്റ് ഞാൻ തന്നിരുന്നു. നമുക്കത് ഫുള്ളും എക്സാമിന് വേണ്ട. ഞാൻ ആ ക്ലാസ്സിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോർഷൻസ് മാത്രം നിങ്ങൾ എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി കണ്ടന്റ്സ് ഒന്ന് വായിച്ചു നോക്കി വെച്ചിരുന്നാൽ മതി. Okay, sir. സോ അതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഡെഫിനിഷൻ ഓഫ് ഫോഴ്സും പിന്നെ സിസ്റ്റം ഓഫ് ഫോഴ്സും. ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് സിസ്റ്റം ഓഫ് ഫോഴ്സ്. സിസ്റ്റം ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചാർട്ട് പോലെ തന്നായിരുന്നു. കോപ്ലേന ഫോഴ്സ്, നോൺ കോപ്ലേന ഫോഴ്സ്, പിന്നെ കോപ്ലേന ഫോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ, നോൺ കോപ്ലേന ഫോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. അതേ കണക്ക് തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 5 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കണ്ടന്റ് നിങ്ങളെ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെച്ചിരിക്കണം. എന്നുവെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ പഴയ ക്ലാസ്സിൽ? ഇല്ല, sir. ഓക്കെ, നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് 4th മോഡ്യൂളിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്പോഴേ തന്നെ ചോദിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസൾട്ടന്റ് ഫോഴ്സ് ആണ്. റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ ഒരു റെക്ടാങ്കുലർ ബോഡി ഉണ്ട്. ഈ റെക്ടാങ്കുലർ ബോഡിയിലേക്ക് ഞാൻ എന്താണ്ടേ ഒരു 1 സെക്കൻഡ്, അത് വരയ്ക്കാൻ ഇച്ചിരി പാടാണ്, അതുകൊണ്ടാണ്. ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അതേ കണക്ക് തന്നെ ഈ സൈഡില് ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. സോ ഇത് ആക്ട് ചെയ്യുന്നത് സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണ്. അപ്പോ ഈ ഒരു റെക്ടാങ്കുലർ ബോഡിയിൽ നമുക്ക് 2 ഡിഫറെന്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. അപ്പോ ഈ 2 ഫോഴ്സിനെ ഒരു ഫോഴ്സ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പൊ ഈ 2 ഫോഴ്സും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് റിസൾട്ടന്റ് ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? 100 പ്ലസ് 50 is equal to 150 ന്യൂട്ടൺ. ഈ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇപ്പോ 100 ന്യൂട്ടന്റെ ഡയറക്ഷൻ എങ്ങനെയാ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. 50 ന്യൂട്ടൺ ഫോഴ്സിന്റെ ഡയറക്ഷനും ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? ടുവേർഡ്സ് റൈറ്റ്, അല്ലെങ്കിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇങ്ങനെ ഡയറക്ഷനും മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്കൊരു ബോഡിയിൽ ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. റിസൾട്ടന്റ് ഫോഴ്സ്. ഞാൻ ഡെഫിനിഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. Resultant force. If a number of force acting on a particle simultaneously are replaced by a single force. If a number of force acting on a particle simultaneously are replaced by a single force which could produce the same effect as produced by the given force, that single force is called a resultant force. ഇനി ഒരു എക്സാമ്പിൾ നോക്കുവാണ്. 3 collinear forces are acting on line AB as shown in figure. Collinear force എന്ന് വെച്ചാൽ എന്താ? ഒരേ ലൈനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് കൊളീനിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോഡിയിൽ 1 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ ആൻഡ് 3 ന്യൂട്ടൺ. അപ്പോൾ 3 കൊളീനിയർ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. കൊളീനിയർ എന്ന് വെച്ചാൽ ഒരേ ലൈനിലാണ് 3 ഫോഴ്സും ആക്ട് ചെയ്യുന്നത്, ആക്ടിങ് അലോങ് എ ലൈൻ. ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? റിസൾട്ടന്റ് ഫോഴ്സ് അമൽ, ഇതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും?
Amal Rahman. ഹലോ, കേൾക്കുന്നില്ലേ അമൽ? ഈ തന്നിരിക്കുന്ന ഫോഴ്സിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് 1 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ ആൻഡ് 3 ന്യൂട്ടൺ. ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും? ആമിന മുഹമ്മദ്. Sir, 6 Newton. എങ്ങനെ 6 വന്നു? 1 + 2 + 3 6 ന്യൂട്ടൺ. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ Left to right. ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഓക്കെ ആമിന. സോ ദാണ്ട് ഇങ്ങനെയാണ് നമ്മൾ റിസൾട്ടന്റ് ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ ബി. അപ്പോൾ 6 ന്യൂട്ടൺ നമ്മൾ 3 ഫോഴ്സിനെയും ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. അതാണ് റിസൾട്ടന്റ് ഫോഴ്സ്. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തത് റിസൾട്ടന്റ് ഫോഴ്സ് ഫോർ ഡിഫറെന്റ് ടൈപ്സ്. റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് കൊളീനിയർ ഫോഴ്സസ്. കൊളീനിയർ. ഇപ്പൊ കൊളീനിയർ എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സസ് എല്ലാം ഒരേ ലൈനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതാണ് കൊളീനിയർ ഫോഴ്സസ്. അത് ഫസ്റ്റ് വൺ, ലൈക്ക് കൊളീനിയർ ഫോഴ്സസ്. ലൈക്ക് കൊളീനിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ ഫോഴ്സ് എല്ലാം ഒരേ ലൈനിലായിരിക്കും ഒരേ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. കണ്ടോ? Find the result. Problem number 1. Find the resultant force of collinear forces shown in figure. ഇവിടെ 8 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ ആൻഡ് 12 ന്യൂട്ടൺ. 3 ഫോഴ്സും ഒരേ ലൈനിലാണ് ഒരേ ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. ടുവേർഡ്സ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് അല്ലെങ്കിൽ ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? 3 ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ത് വരും? ശ്രീരാഗ് പോൾസൺ. ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സിന് ആൻസർ എന്ന് പറഞ്ഞേ. എയ്റ്റ് ന്യൂട്ടൺ, 10 ന്യൂട്ടൺ ആൻഡ് 12 ന്യൂട്ടൺ. 20. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? Direction right to left. റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ. 20 എന്നാണോ 30 എന്നാണോ പറഞ്ഞേ? 20 na sir. 8 plus 10 plus 12, 30. 8 sir. ന്യൂട്ടൺ, 8 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ ആൻഡ് 12 ന്യൂട്ടൺ. Okay. അപ്പൊ 30 ന്യൂട്ടൺ. 3 ഫോഴ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇതാണ്ടേ നമ്മൾ ഇങ്ങനെയാണ് റിസൾട്ടന്റ് ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് 30 ന്യൂട്ടൺ. ഈ ഡയറക്ഷനും മാർക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അൺലൈക്ക് കൊളീനിയർ ഫോഴ്സസ്. അൺലൈക്ക് കൊളീനിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ, കൊളീനിയർ എന്ന് വെച്ചാൽ ഒരേ ലൈനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അൺലൈക്ക് എന്ന് പറയാൻ കാര്യം ആ ഫോഴ്സ് സെയിം ഡയറക്ഷനിലായിരിക്കില്ല, ഫോഴ്സ് ഡിഫറെന്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ കണ്ടോ? ഫൈൻഡ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് കൊളീനിയർ ഫോഴ്സസ് ഷോൺ ഇൻ ഫിഗർ 2, 3, 6, 11. ഇതിനകത്ത് 2 ന്യൂട്ടൺ റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നു, 3 ന്യൂട്ടൺ ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നു, 6 ന്യൂട്ടൺ റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നു, 11 ന്യൂട്ടൺ ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പോ നമുക്ക് കൊളീനിയർ ആണ്, പക്ഷെ 2 ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സസ് ടുവേർഡ്സ് റൈറ്റ്, ഫോഴ്സ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഫോഴ്സിന് പോസിറ്റീവ് സൈൻ കൊടുക്കുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഫോഴ്സിന് നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പോ ഫോഴ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ടുള്ള ഫോഴ്സിന് പോസിറ്റീവ് സൈൻ കൊടുക്കുക, റൈറ്റ് ടു ലെഫ്റ്റ് ആയിട്ടുള്ള ഫോഴ്സിന് നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് വാല്യൂ എന്ത് വരും? ലെഫ്റ്റ് ടു റൈറ്റ് പോസിറ്റീവ്, ലെഫ്റ്റ് ടു റൈറ്റ് പോസിറ്റീവ്. അപ്പൊ 2ന് പോസിറ്റീവ് കൊടുക്കുക, +2. 3 എന്താ? ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, അപ്പോൾ നെഗറ്റീവ്. അപ്പൊ 2 - 3. പിന്നെ 6 എന്താണ്? പ്ലസ് ആണ്. അപ്പൊ 2 - 3 + 6 -11. എന്ത് വരും ആൻസർ? ആദിത്യൻ. സാറെന്തോ കൂട്ടോ? ഹലോ, സാർ കൂട്ടിക്കൊണ്ടിരിക്കുക. ഓ
അതിനും വലിയ ആൻസേഴ്സ് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. +2 -3 +6 -11. -6 -6. -6 ആകുമ്പോൾ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? -6 ആണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ towards left. Okay. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ആൻസർ ഇങ്ങനെ ആയിരിക്കും റിസൾട്ടന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്നത്. എല്ലാവരുടെയും കയ്യിൽ കാൽക്കുലേറ്റേഴ്സ് ഉണ്ടാവണം കേട്ടോ. ഇപ്പം കാൽക്കുലേറ്റേഴ്സ് ഉള്ളവർ എടുത്തു വെക്കുക, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ എല്ലാവരുടെയും കയ്യിൽ കാൽക്കുലേറ്റേഴ്സ് ഉണ്ടാവണം. ഓക്കെ. സോ നെക്സ്റ്റ്, റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് കൺകറന്റ് ഫോഴ്സസ്. റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് കൺകറന്റ് ഫോഴ്സസ്. എന്തായിരുന്നു കൺകറന്റ് ഫോഴ്സ് എന്ന് ഓർക്കുന്നുണ്ടോ? കൺകറന്റ് ഫോഴ്സസ്. കൺകറന്റ് ഫോഴ്സസ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? കൺകറന്റ് ഫോഴ്സ് എന്തായിരുന്നു എന്ന്? ആര്യ? Sir, meeting at a common point. മീറ്റിംഗ് അറ്റ് എ കോമൺ പോയിന്റ്. അപ്പോ കൺകറന്റ് ഫോഴ്സ് എന്ന് വെച്ചാല് ഫോഴ്സസ് ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഫോഴ്സസ് മീറ്റിംഗ് അറ്റ് എ കോമൺ പോയിന്റ്, കൺകറന്റ് ഫോഴ്സസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് ടു കൺകറന്റ് ഫോഴ്സസ്. അപ്പോൾ രണ്ട് കൺകറന്റ് ഫോഴ്സസ് ആണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ, സോ പ്രോബ്ലം നമ്പർ 3. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം നോട്ട്ബുക്കിലേക്ക് ചെയ്യുക. പ്രോബ്ലംസ് വായിച്ച് പഠിക്കേണ്ട, നോട്ട്ബുക്കിലേക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ ഇത് തേർഡ് പ്രോബ്ലം ആണ് ഇന്നത്തെ. Two concurrent forces of 12 Newton and 80 Newton are acting at an angle of 60 degree. Find the resultant forces. അപ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സസ് ഉണ്ട്. ടു കൺകറന്റ് ഫോഴ്സസ് ഓഫ് 12 Newton and 80 Newton are acting at an angle of 60 degree and find the resultant force. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സ് ആണുള്ളത്, 12 Newton ആൻഡ് 18 Newton. ആ രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്. നമുക്ക് വേണ്ടത് അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് ആണ്. അപ്പോ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പാരലോഗ്രാം ലോ യൂസ് ചെയ്യാം. എന്തായിരുന്നു പാരലോഗ്രാം ലോ എന്ന് ഓർക്കുന്നുണ്ടോ? പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. Two adjacent sides of a parallelogram. നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സിന് എന്ത് ചെയ്യാം? രണ്ട് പാരലോഗ്രാമിന്റെ രണ്ട് സൈഡിലായിട്ട് റെപ്രസെന്റ് ചെയ്യാമെങ്കിൽ എന്തായിരിക്കും? പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ഫോഴ്സാ തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് ഒരു 12 Newton എന്ന ഫോഴ്സും അതേ കണക്ക് ഒരു 18 Newton എന്ന ഫോഴ്സും. 12 Newton ആൻഡ് 18 Newton. ഈ ഫോഴ്സസ് തമ്മിലുള്ള ആംഗിളും ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട് 60 ഡിഗ്രി. സോ ഈ ഗിവൺ ഫോഴ്സിനെ നമുക്ക് എന്തായിട്ട് ചെയ്യാം? ഒരു പാരലോഗ്രാമിന്റെ രണ്ട് സൈഡിൽ റെപ്രസെന്റ് ചെയ്യാം. സോ പാരലോഗ്രാം. അപ്പോൾ ഇവിടെ 12 Newton, ഇവിടെ 18 Newton. 12 Newton ആൻഡ് 18 Newton. ഇനി എന്താണ്? പാരലോഗ്രാമിന്റെ ഡയഗണൽ. അതെ,
പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. പാരലോഗ്രാമിന്റെ ഡയഗണൽ ആണ് റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പോൾ ഈ റിസൾട്ടന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പാരലോഗ്രാം ലോ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. റിസൾട്ടന്റ് R is equal to root of P square plus Q square, root of P square plus Q square plus 2PQ cos theta. 2PQ cos theta. ഇനി P എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? 12 ആണ് P എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Is equal to root of 12 square plus 18 square plus 2 into 12 into 2 into 12 into 18 into cos theta. Theta എന്ന് വെച്ചാൽ ഈ ഫോഴ്സസിന് ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ, 60 ഡിഗ്രി. അപ്പൊ 2 into P into Q into cos 60 ഡിഗ്രി. ആൻസർ എത്ര വരുമെന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് സോൾവ് ചെയ്തിട്ട് പറഞ്ഞേ. അപ്പൊ 12 ആണ് P, 18 ആണ് Q. So root of P square plus Q square plus 2PQ cos theta. അപ്പൊ രണ്ട് ഫോഴ്സസ് ആണ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ പാരലോഗ്രാം ലോ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. സോ ആരെങ്കിലും സോൾവ് ചെയ്യുന്ന ആൻസർ പറഞ്ഞേ. 26.15 ന്യൂട്ടൺ. 26.1. അപ്പൊ നമുക്ക് റിസൾട്ടന്റ് വാല്യൂ കിട്ടി 26.15 ന്യൂട്ടൺ. 26.15 ന്യൂട്ടൺ. എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. സോ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണം. സോ സോൾവ് ചെയ്തു നമുക്ക് ആൻസർ കിട്ടും 26.15. അപ്പോൾ ഈ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് റിസൾട്ടന്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ റിസൾട്ടന്റ് ഹൊറിസോണ്ടൽ ഫോഴ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ നമുക്ക് കിട്ടിയ റിസൾട്ടന്റ് വാല്യൂ ഹൊറിസോണ്ടൽ ഫോഴ്സ് 12 ന്യൂട്ടണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അണ്ടേ, ഈ ഒരു ആംഗിളും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, പക്ഷെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോ റിസൾട്ടന്റ് ഫോഴ്സ് ഹൊറിസോണ്ടൽ ഫോഴ്സ് 12 കിലോ ന്യൂട്ടണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അതാണ് ആൽഫ. അപ്പോ ആ ആൽഫ വാല്യൂ കാൽക്കുലേറ്റ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിരുന്നു. tan alpha is equal to Q sin theta divided by P plus Q cos theta. അപ്പൊ tan alpha എന്ന് വെച്ചാൽ എന്താണ്? റിസൾട്ടന്റ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. അപ്പൊ tan alpha is equal to Q sin theta divided by P plus Q cos theta. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ tan alphയുടെ ആൻസർ 0.742 എന്ന് കിട്ടും. അപ്പൊ ആൽഫ is equal to tan inverse 0.742 is equal to 36.59. അപ്പോൾ റിസൾട്ടന്റ് makes an angle 36 degree 35 minutes with horizontal force. ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും തന്നെ ചെയ്യാൻ പറ്റും നോക്കിക്കേ. പ്രോബ്ലം നമ്പർ 4. Two concurrent forces act at an angle of 30 degree. The resultant force is 15 Newton and one of the force is 10 Newton. Find the other force. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ റിസൾട്ടന്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഫോഴ്സും കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ അതർ ഫോഴ്സ്. പാരലോഗ്രാം ലോ വെച്ചൊന്ന് സോൾവ് ചെയ്തിട്ട് പറയാമോ? ഒരു 5 minutes ടൈം തരാം. പാരലോഗ്രാം ലോ വെച്ച് സോൾവ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. നമുക്ക് ഒരു ഫോഴ്സ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, റിസൾട്ടന്റും കൊടുത്തിട്ടുണ്ട്,
ഫോഴ്സസ് തമ്മിലുള്ള ആംഗിൾ തീറ്റയും കൊടുത്തിട്ടുണ്ട് 30 ഡിഗ്രി. So 24.18 ആണ്. 24 പോയിന്റ് അല്ലല്ലോ. അല്ല, മറ്റേത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോയിന്റ് വാല്യൂ ഒക്കെ കിട്ടുന്നത്. എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഞാനെങ്കിലും ഒന്ന് കാണിച്ചു തരാം എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന്. അപ്പോ സ്റ്റെപ്സ് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് തീറ്റയുടെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട് 30 ഡിഗ്രി. സാരല്ല, നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ വരും, കുഴപ്പമില്ല. അപ്പൊ തീറ്റയുടെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തേക്കുന്നത് 30 ഡിഗ്രി. ഇനി റിസൾട്ടന്റ് ഫോഴ്സ് ആറിന്റെ വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത് 15 ന്യൂട്ടൺ. 15 ന്യൂട്ടൺ. ഇനി വൺ ഓഫ് ദ ഫോഴ്സ് 10 ന്യൂട്ടൺ. വൺ ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പിയുടെ ഫോഴ്സ് പി 10 ന്യൂട്ടൺ. പി 10 ന്യൂട്ടൺ. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ പാരലോഗ്രാം ലോയുടെ റിസൾട്ടന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അപ്പോ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. സോ അതിനകത്ത് ആറിന്റെ വാല്യൂ 15, പിയുടെ വാല്യൂ 10, ക്യൂവിന് വാല്യൂ ഇല്ല, കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു ക്യൂ ഇൻറ്റു കോസ് 30. സോ അവിടെ നിന്ന് എന്ത് ചെയ്തു? നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. അപ്പൊ ഈ റൂട്ടിന്റെ വാല്യൂ പോകും. അപ്പോൾ 15 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ. ഈ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും സ്ക്വയർ ചെയ്തു. എന്തിനാ? ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ റൂട്ടിന്റെ വാല്യൂ പോകാനായിട്ട്. അപ്പോൾ 15 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ പ്ലസ് 20q കോസ് തീറ്റ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഇത്രയും വരെ കിട്ടിയോ എല്ലാവർക്കും? Yes, sir. ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാൻ അറിയാമോ എല്ലാവർക്കും? എങ്ങനെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്? അലൻ നേരത്തെ ഇങ്ങനെയാണോ ഇക്വേഷൻ കിട്ടിയത്? അലനല്ലേ നേരത്തെ ഒരു ആൻസർ പറഞ്ഞത്? അല്ല സർ, ഞാൻ മാറ്റിപ്പോയി എടുത്തത്. അതാ. ആണോ? അല്ല, ഞാൻ എന്തായാലും ഒരു റിസൾട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുമല്ലോ എങ്ങനെ ചെയ്താലും. ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ ഇത് ഇങ്ങനെ ക്യൂ ആ കണ്ടുപിടിക്കണേന്ന് അറിയത്തില്ല. ഞാൻ മറ്റേ ക്യൂ 15 ആയിട്ട് അങ്ങ് എടുത്തു. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചില്ല നേരെ. അതെ. ഓക്കെ, ശരി 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 ശരി. ഓക്കെ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാമെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അപ്പൊ നമുക്ക് ബാക്കി ചെയ്യാമായിരുന്നു. 5.52 ആണ്. 5 പോയിന്റ് ഒരു ആൻസർ, രണ്ട് ആൻസർ വരും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ. സോ ഇത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്താൽ മതി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എല്ലാവർക്കും അറിയാമോ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാനായിട്ട്? No, sir. No, sir. 1 സെക്കൻഡ് അത് കാണിച്ചു തരാമേ. ഒരു സെക്കൻഡ് അത് കാണിച്ചു തരാം. $5.48 ആണ്.
നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ കാണാവോ? Yes, sir. ഓക്കെ, അപ്പോ ഈ കാൽക്കുലേറ്റേഴ്സിനകത്ത് ചിലപ്പോൾ ചില കാൽക്കുലേറ്റേഴ്സിന് സെറ്റിംഗ്സ് അതിനകത്തൊക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് ഈ മോഡ് എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്യുക. മോഡ് എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്കൊരു ഇക്വേഷൻ എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ 5th വൺ ആണ് ഇക്വേഷൻ കാണുന്നത്, ഇക്വേഷൻ. അപ്പോ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് 5th 5ാമത്തെ ഓപ്ഷനാണ് ഇക്വേഷൻ, EQN. അപ്പൊ 5th വൺ ക്ലിക്ക് ചെയ്യുക. അപ്പോ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഇക്വേഷൻസിന്റെ ടൈപ്സ് കിടപ്പുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യൻ Q² പ്ലസ് 17.32 Q എന്നാ ഉള്ളത്. അപ്പൊ അതിന് സ്യൂട്ടബിൾ ആയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 3rd വൺ ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, X² Xഉം വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 3rd വൺ ആയതുകൊണ്ട് തേർഡ് വൺ ക്ലിക്ക് ചെയ്യുക. ഇക്വേഷൻ സെലക്ട് ചെയ്തു. ഇനി ചെയ്യേണ്ട AB വാല്യൂസ് എൻ്റർ ചെയ്യണം കാൽക്കുലേറ്ററിൽ. അതിനകത്ത് എയുടെ വാല്യൂ എന്ന് വെച്ചാൽ Q² വാല്യൂ ആണ്. ABC എന്ന് വെച്ചാൽ Q² വാല്യൂ. അപ്പോൾ Q² വാല്യൂ എന്താ, നമുക്ക് 1 Q² ആണ്. അപ്പോ കാൽക്കുലേറ്ററിൽ ഇവിടെ ഏതിന്റെ പോർഷനിൽ 1 ക്ലിക്ക് ചെയ്യുക. Q² വാല്യൂ 1. ഇനി ബി എന്ന് കൊടുത്തിരിക്കുന്നത് ക്യൂവിന്റെ വാല്യൂ ആണ്. ക്യൂ എന്താണ്, 17.32 ആണ് ക്യൂവിന്റെ വാല്യൂ. അപ്പോ കാൽക്കുലേറ്ററിൽ ബിയുടെ പോർഷനിൽ 17.32 ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട് ബിയുടെ വാല്യൂവും കിട്ടി. ഇനി അടുത്തത് സിയുടെ വാല്യൂ ആണ്. സിയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്, -125 ആണ്. അപ്പോ കണ്ടേ, കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ -125. ഇനി ഈക്വൽ സൈൻ കൊടുക്കുക, എന്നിട്ട് ഒന്നും കൂടി ഈക്വൽ സൈൻ കൊടുക്കുക. അപ്പൊ നമുക്ക് 2 വാല്യൂസ് കിട്ടും. നമുക്ക് ഫസ്റ്റ് കിട്ടിയ വാല്യൂ 5.481, രണ്ടാമത് കിട്ടിയ വാല്യൂ -22.801. അപ്പോൾ 2 വാല്യൂസ് ആണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് വാല്യൂ ആണ് എടുക്കുന്നത്, പോസിറ്റീവ് വാല്യൂ 5.481 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുന്നതെന്ന്? Sir. പറഞ്ഞോളൂ. Yes, sir. നമ്മൾ ആൻസർ കിട്ടുമ്പോൾ ഡെസിമൽ പ്ലേസസ് 3 മതി. ഡെസിമൽ പ്ലേസസ് 2 എടുത്താൽ മതി, പോയിന്റ് കഴിഞ്ഞിട്ട് 2. സോ അപ്പോൾ നമുക്ക് റിസൾട്ടന്റ് കിട്ടുന്നത്, അല്ല, ക്യൂയുടെ വാല്യൂ 5.48 ആണ്. 22.08 എലിമിനേറ്റ് ചെയ്യും. ബിക്കോസ് 22.08 ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് 22.08 എലിമിനേറ്റ് ചെയ്തത്. നെഗറ്റീവ് ആയതുകൊണ്ടല്ല, ഞാൻ പറയാം. സോ നമുക്ക് 4 ക്വാഡ്രന്റ് ഉണ്ടെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. 4 ക്വാഡ്രന്റ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. നമുക്കുള്ള ആംഗിൾ എത്രയായിരുന്നു? 30 ഡിഗ്രി അല്ലേ ആംഗിൾ പറഞ്ഞത്? 2 ഫോഴ്സ് തമ്മിലുള്ള ആംഗിൾ 30 ഡിഗ്രി അല്ലായിരുന്നോ? അപ്പൊ 30 ഡിഗ്രി ആയതുകൊണ്ട് എന്തായിരിക്കും, അത് കണ്ട ഈ ഒരു ക്വാഡ്രന്റിന്റെ ഇടയിലായിരിക്കും അത് വരുന്നത്. രണ്ടും പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ എക്സും വൈയും പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ എവിടെ വരുള്ളൂ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുള്ളൂ എക്സ് വാല്യൂ. അപ്പൊ 2 ഫോഴ്സ്, ഇപ്പൊ ഇങ്ങനെ ഒരു ഫോഴ്സും അടുത്ത ഫോഴ്സും, 2 ഫോഴ്സിന് ഇടയ്ക്കുള്ള വാല്യൂസ് 30 ഡിഗ്രി ആണ്. അപ്പോ 2 ഫോഴ്സും പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ മാത്രമേ ഈ 30 ഡിഗ്രി എടുക്കാൻ പറ്റുള്ളൂ. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അടുത്ത ക്വാഡ്രന്റിലേക്ക് അത് മാറിപ്പോകും. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ രണ്ടും പോസിറ്റീവ് വാല്യൂസ് കൺസിഡർ ചെയ്തിരിക്കുന്നത്.
So ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് reject minus 22.8 Newton force because if the force is reversed, the included angle will be 150 degree. അപ്പോൾ -22.8 എടുക്കുവാണെങ്കിൽ ആംഗിൾ 150 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 5.48 എന്ന് പറഞ്ഞ് ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്തത്. ഓക്കെ ആണോ? സാർ പറയൂ. സാർ നമ്മൾ മോഡ് എടുത്തിട്ട് ഇക്വേഷൻ എടുക്കുമ്പോ അൺനോൺസ് എന്നാണ് കാണിക്കുന്നത്. മോഡ് എടുത്ത് ഇക്വേഷൻ എടുത്തപ്പോ അൺനോൺസ് A1 അങ്ങനെയൊക്കെയാ കാണിക്കുന്നത്. സൽവ ആ കാൽക്കുലേറ്റർ ഒന്ന് കാണിക്കാമോ? ജസ്റ്റ് ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ മതി. സാർ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഗ്രൂപ്പില് ഫോട്ടോ അയക്കാം. ഒന്ന് അയച്ചു നോക്കട്ടെ. പല കാൽക്കുലേറ്റേഴ്സിനകത്തും സെറ്റിംഗ്സിനകത്ത് വ്യത്യാസം ഉണ്ടാവും, അതൊക്കെയാണ്. പോസ്റ്റ് ചെയ്തോ? സാർ ഗ്രൂപ്പിലിട്ട്. ഓക്കെ. അത് ലോഡ് ആവുന്നേ ഉള്ളൂ, ഒരു സെക്കൻഡ്. അതിനകത്ത് ഇപ്പൊ ഫസ്റ്റ് എന്താ കാണിച്ചിരിക്കുന്നത്? A1 എന്നൊരു അൺനോൺ ആണോ കാണിച്ചിരിക്കുന്നത്? ഓ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം മാത്സിൽ നമുക്ക് ഇത് വരുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോ നമ്മുടെ ക്യൂ സ്ക്വയറിന്റെ വാല്യൂ എന്തായിരുന്നു? 1 അല്ലേ? 1 കൊടുത്ത് ഈക്വൽ കൊടുത്തേ. അപ്പം B1 ഇനി അടുത്ത എന്തായിരുന്നു? ഇനി അപ്പോ അടുത്തത് 17.32 കൊടുത്ത് ഈക്വൽ കൊടുത്തേ. ഇനി -125 കൊടുത്ത് ഈക്വൽ കൊടുത്തേ. ഓക്കെ, ആൻസർ കിട്ടുന്നുണ്ടോ? പിന്നെ ഈക്വൽസ് കൊടുത്താൽ മതി. ഓക്കെ സാർ. അത് പല കാൽക്കുലേറ്റേഴ്സിനും അങ്ങനെ ചെയ്തു പോയാൽ മതി. ചെറിയ വ്യത്യാസം. മതി. ഓക്കെ സാർ, അപ്പൊ ഈക്വലിറ്റി കൊടുക്കുമ്പോൾ B2 ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. B2 എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂ 17.32 ആണ്. B2ന്റെ വാല്യൂ. സാർ പറഞ്ഞോ റേച്ചൽ. സാർ അങ്ങനെയല്ല സാർ, ഇവിടെ അൺനോൺസ് എന്ന് പറഞ്ഞിട്ട് 2ഉം 3ഉം കാണിക്കുന്നുണ്ട്. അത് ഫോട്ടോ ഒന്നുകിൽ ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്ത് കാണിക്കും. കാൽക്കുലേറ്റർ കണ്ടാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്ന് കാണിക്കാമോ? അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പിൽ നിന്ന് ഫോട്ടോ ഇടാമോ? എടുത്തേക്കുന്ന ഓപ്ഷൻ മാറിപ്പോയി റൈച്ചൽ. മോഡ് ഒന്നും കൂടെ എടുത്തേ. ഇതല്ല എടുക്കേണ്ട ഓപ്ഷൻ. സാർ മോഡ് എടുത്തിട്ട് ഒന്ന് കാണിക്കാൻ പറ്റുമോ? അതിനകത്ത് ഇക്വേഷൻ കാണുന്നുണ്ടോ? EQN എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇക്വേഷൻ ക്ലിക്ക് ചെയ്തേ. സാർ അതിന്റെ അൺനോൺസ് അതെത്രയാ? 100 ഏതാ? 99. കാൽക്കുലേറ്റർ ഒന്ന് കാണിച്ചേ. ആ കാൽക്കുലേറ്റർ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ. ചെറിയ സ്പെസിഫിക്കേഷൻ ആയിരിക്കും. കാൽക്കുലേറ്ററിന് മുകളിലെ പേരൊന്നും നോക്കിയേ. കാസിയോ FX 100 ആണോ? 100 MS പറ്റൂന്നില്ല കേട്ടോ. വന്നോണോ? എങ്ങനെ ഓപ്ഷൻ എടുത്തതിനകത്ത് 100 MS? അൺനോൺസ് വന്നിട്ട് ഒന്നുകൂടെ മോഡ് ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഡിഗ്രി 2 or 3 വരും. അപ്പൊ 2 ചെയ്തിട്ട് സെയിം അങ്ങനെ തന്നെ വരും. ഓക്കെ. റൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.
സാർ ഡിഗ്രി ഈ ക്വാർട്ടർ ഡിഗ്രി 2 ആണ് നമുക്ക് ക്യൂ സ്ക്വയർ അല്ലേ ഉള്ളത്, ഡിഗ്രി 2 ആണ്. ഇത്രയും നേരം A1 എന്നായിരുന്നു കാണിച്ചത്, ഇപ്പൊ A എന്നാണ് കാണിക്കുന്നത്. എല്ലാവർക്കും കിട്ടിയോ എന്ന് വെച്ചാൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം കാൽക്കുലേറ്ററിൽ ഒരുപാട്. അല്ലെങ്കിൽ പിന്നെ പഴയ കണക്ക് -b + or -√(b² - 4ac) എന്നൊക്കെ പറഞ്ഞ് ചെയ്യേണ്ടി വരും. അത് ഒരുപാട് സമയം എടുക്കും. അപ്പൊ അങ്ങനെ മാർക്ക് കിട്ടത്തില്ല യൂണിവേഴ്സിറ്റിക്ക്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരെ സോൾവ് ചെയ്യുന്നതും പിന്നെ അതിന്റെ ഫൈനൽ ആൻസറിനെ മാർക്കുള്ളൂ. ഏത് ക്വസ്റ്റ്യനാ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണോ? അല്ല, നമ്മുടെ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഓക്കെ ആണോ എല്ലാവർക്കും? യെസ് സർ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. യെസ് സർ. So problem number 5. Find the magnitude of two forces such that if they act at right angles, their resultant is √10. But if they act at 60 degree, their resultant is √30 Newton. Question ഒന്ന് ശരിക്കും വായിച്ചു നോക്കിക്കോ എല്ലാവരും. Find the magnitude of two forces. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. Such that if they act at right angle, their resultant is √10. But if they act at 60 degree, their resultant is √13. Their resultant is √13. Question മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് രണ്ട് കേസസ് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ഫസ്റ്റ് കേസ് എന്താ പറയുന്നത്? പറഞ്ഞോ അല്ലേ. അപ്പൊ ആ രണ്ട് ഫോഴ്സസ് ഈ രണ്ട് കേസിലും സെയിം ആണോ? രണ്ട് ഫോഴ്സും സെയിം ആണ്, രണ്ട് കേസിലും ഫോഴ്സ് സെയിം ആണ്. പക്ഷെ ഫോഴ്സ് രണ്ട് രീതിയിൽ ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കോ, ട്രൈ ചെയ്തോ. ഞാനും സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് കേസിനകത്ത് പറയുന്നത് നമുക്ക് രണ്ട് ഫോഴ്സ് ഉണ്ട്. നമുക്ക് ഒരു ഫോഴ്സിന് P എന്നും കൊടുക്കാം, അടുത്ത ഫോഴ്സ് Q എന്നും കൊടുക്കാം. രണ്ട് ഫോഴ്സിന് ഇടയ്ക്കുള്ള ആംഗിള് 90 ഡിഗ്രി. ഇനി അടുത്തത് സെക്കൻഡ് കേസിൽ നമുക്ക് സെയിം ഫോഴ്സ് തന്നെയാണ്, P ഫോഴ്സും Q ഫോഴ്സും. പക്ഷെ ഈ കേസിൽ ഫോഴ്സ് സെയിം ആണ്, പക്ഷെ തമ്മിലുള്ള ആംഗിള് 60 ഡിഗ്രി ആണ്. ആംഗിൾ 60 ഡിഗ്രി. ഇതിൽ വരയ്ക്കാൻ ഇച്ചിരി പാടാണ് 60 ഡിഗ്രിക്ക് എങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഗീവൺ ആയിട്ടുള്ള എന്താ, രണ്ട് കേസിലും റിസൾട്ടന്റ് വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ P ഫോഴ്സും Q ഫോഴ്സും 90 ഡിഗ്രി ആകുമ്പോൾ റിസൾട്ടന്റ് വാല്യൂ കിട്ടിയിരുന്നത് √10. P² + Q² = 10 അങ്ങനത്തെ ഒരു ഇക്വേഷൻ ഫസ്റ്റ് വരും. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. ഈ സെക്കൻഡ് കേസിൽ പിയുടെയും ക്യൂന്റെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത് √13. അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് ഫസ്റ്റ് കേസിൽ പാരലോഗ്രാം ലോ യൂസ് ചെയ്യുക, സെക്കൻഡ് കേസിൽ പാരലോഗ്രാം ലോ യൂസ് ചെയ്യുക. പാരലോഗ്രാം ലോ എന്തായിരുന്നു? Resultant R is equal to √P² + Q² + 2PQ cos θ. അത് കണക്ക് തന്നെ സെക്കൻഡ് കേസിലും പാരലോഗ്രാം ലോ യൂസ് ചെയ്യാം. ഇത്രയും ക്ലിയർ ആണോ? എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ക്ലിയർ ആണോ എല്ലാവർക്കും?
Yes, sir. സർ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? 13 is equal to 13 is equal to അതെ പറഞ്ഞോ 13 is equal to p square plus q square plus pq ആണോ? അതെ p square plus q square plus pq. ഇനി അതിനകത്ത് ഇക്വേഷൻ 1ന്റെ വാല്യൂ എടുത്ത് ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ കേസ് 1 when theta is equal to 90 degree. നമ്മൾ പാരലോഗ്രാം ലോ യൂസ് ചെയ്തു. r square is equal to p square plus q square plus 2pq cos 90 degree. അപ്പോൾ cos 90 എന്ന് വെച്ചാൽ എന്താ? 0 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ടേം അങ്ങ് പോവും, ലാസ്റ്റ് ടേം പോവും. അപ്പോൾ r square is equal to p square plus q square. റിസൾട്ടിന്റെ വാല്യൂ √10 ആയിരുന്നു. അപ്പൊ √10 ഹോൾ സ്ക്വയർ 10 ആയിട്ട് വന്നു. മനസ്സിലായോ എല്ലാവർക്കും? കേസ് 1 90 ഡിഗ്രിക്ക് ഇക്വേഷൻ 1 കിട്ടിയത് p square plus q square is equal to 10. ക്ലിയർ ആണോ? സർ അപ്പം pq is equal to 10 3 എന്ന് വരുവാണല്ലോ. ഏത് ഇക്വേഷൻ 1 അല്ല, ഇക്വേഷൻ 1 ന്ന് p square plus q square is equal to 10 എന്നുള്ളത് സെക്കൻഡ് ഇക്വേഷനിൽ ഇടുമ്പോൾ pq is equal to 3. സെക്കൻഡ് ഇക്വേഷൻ അത് ചെയ്യാം, പറയാം. അപ്പോ ഇനി അടുത്തത് കേസ് 2. കേസ് 2 തീറ്റ 60 ഡിഗ്രി ആയിരുന്നു. നമ്മൾ പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്തു. r square is equal to p square plus q square plus 2pq cos 60 ഡിഗ്രി. അപ്പൊ cos 60 എന്തായിരുന്നു? 1/2. cos 60ന്റെ വാല്യൂ 1/2. അങ്ങനെയാണ് ഈ 2ഉം 1/2 കൂടെ പോകുന്നത്. അപ്പൊ ഇവിടെ pq വന്നു. അപ്പോ സെക്കൻഡ് റിസൾട്ടിന്റെ വാല്യൂ √13 ആണ്. അപ്പൊ r square ആയതുകൊണ്ട് √13 the whole square എന്ന് വന്നപ്പോ 13 വന്നു. Therefore 13 is equal to p square plus q square plus pq. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിൽ p സ്ക്വയർ പ്ലസ് q സ്ക്വയർ ഉണ്ട്. ഈ സെക്കൻഡ് ഇക്വേഷനകത്തുള്ള p സ്ക്വയർ പ്ലസ് q സ്ക്വയർ എൻ്റെ അടുത്ത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കിട്ടിയ p സ്ക്വയർ പ്ലസ് q സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇക്വേഷൻ 1ലുള്ള p സ്ക്വയർ പ്ലസ് q സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 എന്നുള്ളത് ഇക്വേഷൻ 2ലെ p സ്ക്വയർ പ്ലസ് q സ്ക്വയറിന്റെ അടുത്ത് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ 13 ഈസ് ഈക്വൽ ടു 10 പ്ലസ് pq ഈസ് ഈക്വൽ ടു 3. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? pq ഈസ് ഈക്വൽ ടു 3 കിട്ടിയത് ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മൾ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം. അതായത് p പ്ലസ് q ദ ഹോൾ സ്ക്വയർ. അപ്പൊ p പ്ലസ് q ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോഴാണ് p സ്ക്വയർ പ്ലസ് q സ്ക്വയർ പ്ലസ് 2pq. അപ്പോൾ p സ്ക്വയർ പ്ലസ് q സ്ക്വയറിന്റെ വാല്യൂ 10 നമുക്ക് കിട്ടി. ഈ pqന്റെ വാല്യൂ എന്താണ്? 3 കിട്ടി. അപ്പോൾ p പ്ലസ് q ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. അപ്പോൾ p പ്ലസ് q എന്തായിരിക്കും വരുന്നത്? √16 ഈസ് ഈക്വൽ ടു 4. ക്ലിയർ ആണോ എന്താ സ്റ്റെപ്പ് എഴുതിയേക്കുന്നതെന്ന്? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലേക്ക് ഒരു ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. p പ്ലസ് q ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു p സ്ക്വയർ പ്ലസ് q സ്ക്വയർ പ്ലസ് 2pq. അതായത് p സ്ക്വയർ പ്ലസ് q സ്ക്വയർ 10 ആണെന്നുള്ളത് ഇക്വേഷൻ നമ്പർ 1 ന്ന് കിട്ടി. ഇനി pqന്റെ വാല്യൂ 3 ഇവിടുന്ന് എഴുതി. അപ്പോൾ 10 പ്ലസ് 6 16. അപ്പോൾ p പ്ലസ് q ഈസ് ഈക്വൽ ടു √16 ഈസ് ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് p പ്ലസ് q ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. p പ്ലസ് q ഈസ് ഈക്വൽ ടു 4. ഇനി അതേ കണക്ക് തന്നെ p മൈനസ് q ദ ഹോൾ സ്ക്വയർ. p മൈനസ് q ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ p സ്ക്വയർ പ്ലസ് q സ്ക്വയർ മൈനസ് 2pq. എന്നിട്ട് p സ്ക്വയർ പ്ലസ് q സ്ക്വയറിന്റെ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. pqന്റെ അടുത്ത് 2 into 3 6. pqന്റെ വാല്യൂ 3 ആയിരുന്നു. അപ്പോൾ p മൈനസ് q ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ p മൈനസ് q ഈസ് ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. p പ്ലസ് q ഈസ് ഈക്വൽ ടു 4 എന്നൊരു ഇക്വേഷനും കിട്ടി. p മൈനസ് q ഈസ് ഈക്വൽ ടു 2 എന്നൊരു ഇക്വേഷനും കിട്ടി. അപ്പൊ ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4. അപ്പൊ 3 പ്ലസ് 4, ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2p ഈസ് ഈക്വൽ ടു 6. ബിക്കോസ് രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൈനസ് q ഉണ്ട് പ്ലസ് q ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. p പ്ലസ് p 2p ഈസ് ഈക്വൽ ടു 6. അപ്പൊ p യുടെ വാല്യൂ 3, q ന്റെ വാല്യൂ
പിയുടെ വാല്യൂ 3 അതെടുത്ത് ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ക്യൂവിന്റെ വാല്യൂ 1 ആയിട്ട് കിട്ടും. നിങ്ങളൊന്ന് ജസ്റ്റ് സ്റ്റെപ്സ് ഒന്ന് നോക്കിക്കോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞോളൂ. സർ പറഞ്ഞോളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ ഈ നമ്മൾ ഈ ഡിറൈവ് ചെയ്തെല്ലാം കാണിക്കണോ? എന്നാലേ നമുക്ക് പിയും ക്യൂവും കിട്ടണമല്ലോ. പിയും ക്യൂവും കിട്ടാൻ വേണ്ടി ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അല്ല ശരി ശരി. നമുക്ക് പിയും ക്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിയും ക്യൂവും കാൽക്കുലേറ്റ് നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഒന്ന് സ്റ്റെപ്സ് എല്ലാം നോക്കിക്കോ എല്ലാവരും. സർ മേളത്തെ പേജ് ഒന്ന് കാണിക്കാം. മുകളിൽ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ടായുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? പേജ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാമല്ല. ക്ലിയർ ആയിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാമോ? യെസ് സർ. യെസ് സർ. സോ നമ്മളിപ്പോ രണ്ട് ഫോഴ്സസ് വെച്ചിട്ടുള്ള വാല്യൂസ്, റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് 2 കൺകറന്റ് ഫോഴ്സസ് കണ്ടുപിടിച്ചത്. രണ്ട് ഫോഴ്സ് ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ സോൾവ് ചെയ്ത് റിസൾട്ടന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് മോർ ദാൻ 2 കൺകറന്റ് ഫോഴ്സസ്. റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് മോർ ദാൻ 2 കൺകറന്റ് ഫോഴ്സസ്. അപ്പൊ നമുക്ക് ഒരു പോയിന്റിൽ രണ്ടായിരിക്കില്ല, അതിൽ കൂടുതൽ ഫോഴ്സസ് ഉണ്ടാകും. അപ്പോ അതെങ്ങനെ സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ്. അപ്പോൾ റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ്, സോ അതെന്താ ഞാൻ വരച്ച് പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ്. അപ്പോൾ ഈ റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് നിങ്ങൾക്ക് ഈ ടോസിൽ കുറെ സ്ഥലങ്ങളിൽ അത് ചെയ്യാനുണ്ട്. റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വൈറ്റ് ബോർഡ് കാണാമോ എല്ലാവർക്കും? Yes, sir. Okay. So ഒരു ഫോഴ്സ് എഫ് ഒരു ഇൻക്ലൈൻ ഫോഴ്സ് ആണ്. ഈ ഇൻക്ലൈൻ ഫോഴ്സ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഡിഗ്രി. അപ്പൊ നമുക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഒരു പോയിന്റ്. നമുക്ക് ഈ പോയിന്റിന് O എന്ന് പേര് കൊടുക്കാം. A force F acting at point O എന്താണ്? The force is at an angle theta degree with horizontal.
theta degree with horizontal. അപ്പോൾ ഈ ഫോഴ്സിനെ ഹൊറിസോണ്ടൽ അതിനാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഹലോ, ചെറുത് വോയിസ് ബ്രേക്ക് ആയിരുന്നു സർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്നുകൂടി ബ്രീഫ് ആയിട്ട് നെറ്റ് ഒന്ന് ബഫർ ചെയ്തു, അതായിരിക്കും. പറയാം. ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? സൗണ്ട് ഓഡിബിൾ ആണോ? ക്ലിയർ ആണോ? ആണ് സർ, കേൾക്കാം. സോ അപ്പോൾ പോയിന്റ് ഓയില് എ ഫോഴ്സ് എഫ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. അപ്പോൾ റെസല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമുക്കുള്ള ഇൻക്ലൈൻ ഫോഴ്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. വെച്ചാൽ ഒരു ഹൊറിസോണ്ടൽ കോമ്പണന്റ് എഫ് എച്ച് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതേ കണക്ക് ഒരു വെർട്ടിക്കൽ കോമ്പണന്റ് എഫ് വൈ. അപ്പോൾ ഒരു ഇൻക്ലൈൻ ഫോഴ്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് റെസല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടായിട്ടെന്ന് വെച്ചാൽ ഒരു ഫോഴ്സ് എലോങ് ഹൊറിസോണ്ടൽ ആക്സിസും ഒരു ഫോഴ്സ് എലോങ് വെർട്ടിക്കൽ ആക്സിസും ആയിരിക്കും. അപ്പൊ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇൻക്ലൈൻ ഫോഴ്സ് വരുന്നത്, ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോ ഒരു ഇൻക്ലൈൻ ഫോഴ്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. രണ്ടായിട്ടെന്ന് വെച്ചാൽ ഒരു കോമ്പണന്റ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിരിക്കും, ഒരു കോമ്പണന്റ് വെർട്ടിക്കൽ കോമ്പണന്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഇൻക്ലൈൻ ഫോഴ്സിനെ രണ്ടായിട്ട് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടും വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ്. ഹലോ, പറഞ്ഞാല് യെല്ലോ ലൈൻ അപ്പം ജസ്റ്റ് ഒരു ആക്സിസ് മാത്രമാണ് ഇൻക്ലിനേഷൻ ആക്സിസ് ആണ്, ഹൊറിസോണ്ടൽ ആക്സിസ്. അതിന്റെ മേളിലാണ് നമ്മൾ കോമ്പണൻസ് കൊടുക്കുന്നത് അല്ലേ? അപ്പോ ഈ ഫോഴ്സിനെ ഒരു ഫോഴ്സ് എന്തായിരിക്കും, ഈ ഹൊറിസോണ്ടൽ കോമ്പണന്റ് പാരലൽ ആയിരിക്കും, അതാണ് എഫ് എച്ച്, എഫ് സഫിക്സ് എച്ച്. ഒരു കോമ്പണന്റ് വെർട്ടിക്കൽ ആക്സിസിന്റെ പാരലൽ ആയിരിക്കും, അതാണ് എഫ് വൈ. അതിന് കോൺസ്റ്റന്റ് എന്തെങ്കിലും ആയിരിക്കും അതോ പറഞ്ഞ പോലെ ഈ ഫോഴ്സസ് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ കോൺസ്റ്റൻസ് ആയിരിക്കും അതോ? അതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. ഇപ്പൊ ഇത്രയും റെസല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്താണെന്ന് ഓർത്തിരിക്കുക. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമുക്കൊരു ഇൻക്ലൈൻ ഫോഴ്സ് ഒരു പ്രോബ്ലത്തിൽ തരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടും വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യണം. അതിനെയാണ് റെസല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എഫ് എച്ച് എന്ന് പറഞ്ഞല്ലോ, അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എഫ് ഇൻറ്റു നമുക്ക് ഏത് ആക്സിസിൽ നിന്നാണ് ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ആക്സിന് കോസ് തീറ്റ കൊടുക്കുക. അപ്പോൾ ഇത് എഫ് കോസ് തീറ്റ, ബിക്കോസ് ഈ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ടാണ് ആംഗിൾ തന്നിട്ടുള്ളത്, തീറ്റ തന്നിട്ടുള്ളത്. അപ്പോൾ എഫ് കോസ് തീറ്റ. ഇവിടെ വരുമ്പോൾ എഫ് ഓപ്പോസിറ്റ് ആക്സിസിനകത്ത് എഫ് സൈൻ തീറ്റ. അതിന് ഡെറിവേഷൻ ഉണ്ട് എങ്ങനെയാണ് എഫ് സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും വന്നതെന്ന്, പക്ഷെ അത് നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോ ഇതൊരു പ്രോബ്ലം പോലെ തരുവാണെങ്കിൽ ഈ എഫിന്റെ വാല്യൂ 100 ന്യൂട്ടൺ. ഈ 100 ന്യൂട്ടൺ ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. അപ്പൊ ഇതിന്റെ റെസല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്തായിരിക്കും? എഫ് എച്ച് ഇസ് ഈക്വൽ ടു 100 കോസ് 30. ഇവിടെ വരുമ്പോൾ വെർട്ടിക്കൽ കോമ്പണന്റ് വരുമ്പോൾ 100 സൈൻ 30 റെസല്യൂഷൻ ഓഫ് ഫോഴ്സ്. ഒരു ഇൻക്ലൈൻ ഫോഴ്സിനെ നമ്മൾ ഹൊറിസോണ്ടൽ കോമ്പണന്റും വെർട്ടിക്കൽ കോമ്പണന്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇൻക്ലൈൻ ഫോഴ്സ് നിൽക്കുന്നത്. കണ്ടോ, നമുക്ക് 4 ക്വാഡ്രന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഞാൻ വരച്ചിരിക്കുന്ന ഫോഴ്സ് എഫ് എന്താണ്, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ഫോഴ്സ് ടുവേർഡ്സ് റൈറ്റും വെർട്ടിക്കൽ ഫോഴ്സ് അപ്വേർഡുമായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. വെർട്ടിക്കൽ ഫോഴ്സ് അപ്വേർഡ്, ഹൊറിസോണ്ടൽ ഫോഴ്സ് ടുവേർഡ്സ് റൈറ്റ്. ഇനിയിപ്പോ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ല, സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം.
സോ ഇവിടെ ഒരു ഇൻക്ലൈൻ ഫോഴ്സ് എഫ്, ഇൻക്ലൈൻ ഫോഴ്സ് എഫ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ഡിഗ്രി. ഇതെന്താണ്? ഈ ഫോഴ്സ് എഫ് എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. എന്തായിരിക്കും വരുന്നത്? വെർട്ടിക്കൽ കോമ്പണന്റിന്റെ ഫോഴ്സ് എഫ് സൈൻ തീറ്റ ആണോ കോസ് തീറ്റ ആണോ വരുന്നത്? നമുക്ക് തീറ്റ എവിടെയാണ്? ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ടാണ് തീറ്റ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവിടെ എഫ് സൈൻ തീറ്റ, വെർട്ടിക്കൽ കോമ്പണന്റ് എഫ് സൈൻ തീറ്റ, ഇവിടെ എഫ് കോസ് തീറ്റ. സെക്കൻഡ് ക്വാഡ്രന്റ്. കോമ്പോണൻസിന് കൺവെൻഷൻ ഒന്നും വേണ്ടേ? വേണം. അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആണ്, മറ്റേത് നെഗറ്റീവ് ആണ്. ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് ഫോഴ്സ് ആണ്. ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് ഫോഴ്സ് ആണ്. അതേ കണക്ക് തന്നെ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഒരെണ്ണം ഈ ഡയറക്ഷൻ എഫ് എച്ച്, അപ്പൊ ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ് കോമ്പണന്റ്, ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ്, ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ്. അപ്വേർഡ് ആയിട്ടുള്ള ഫോഴ്സ് കോമ്പണന്റ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ എഫ് വെർട്ടിക്കല് പോസിറ്റീവ് ആണ്. ക്ലിയർ ആണോ? യെസ് സർ. ഇനി നമുക്ക് അടുത്ത തേർഡ് ക്വാഡ്രന്റിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. തേർഡ് ക്വാഡ്രന്റ് ഇവിടെ ഞാൻ തീറ്റ മാർക്ക് ചെയ്യുന്നത് ഇതാണ്, തീറ്റ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഫോഴ്സ് എഫ്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ത് വരും? ഹൊറിസോണ്ടൽ കോമ്പണന്റ് നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് നെഗറ്റീവ്. വാല്യൂ എന്ത് വരും? എഫ് കോസ് തീറ്റ ആണോ സൈൻ തീറ്റ? സൈൻ തീറ്റ. ബിക്കോസ് തീറ്റ നമ്മൾ എവിടെയാണ്? വെർട്ടിക്കൽ ആക്സിസുമായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് എന്ത് വരുന്നത്? എഫ് കോസ് തീറ്റ വരുന്നത്. രണ്ടും നെഗറ്റീവ് ആയിരിക്കും അല്ലേ? രണ്ടും നെഗറ്റീവ് ആണ്. ഇവിടെ എഫ് സൈൻ തീറ്റ. അപ്പൊ തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ രണ്ട് കോമ്പണന്റ്സ്, ഹൊറിസോണ്ടൽ കോമ്പണന്റും വെർട്ടിക്കൽ കോമ്പണന്റും നെഗറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഫോർത്ത് ക്വാഡ്രന്റ് എഫ്. ഇവിടെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ തീറ്റ മാർക്ക് ചെയ്തു. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്തായിരിക്കും വരുന്നത്? എഫ് കോസ് തീറ്റ, എഫ് കോസ് തീറ്റ. വെർട്ടിക്കൽ കോമ്പണന്റ് മൈനസ് എഫ് സൈൻ തീറ്റ. അപ്പോൾ ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ് ആണ്, അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആണ്. ഫോഴ്സസ് ടുവേർഡ്സ് റൈറ്റ് പോസിറ്റീവ് ആണ്, ഫോഴ്സസ് ടുവേർഡ്സ് ലെഫ്റ്റ് നെഗറ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ മോർ ദാൻ ടു ഫോഴ്സസ് കൺകറന്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിനെ റിസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്, തന്നിരിക്കുന്ന ഫോഴ്സിനെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ടും വെർട്ടിക്കൽ ഫോഴ്സ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യണം. ഇതാണ് നമുക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. എല്ലാവരും ക്ലിയർ ആണോ? റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്, ഇൻക്ലൈൻ ഫോഴ്സിനെ ഹൊറിസോണ്ടൽ കോമ്പണന്റും വെർട്ടിക്കൽ കോമ്പണന്റും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്? ഓക്കെ. ഈ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചോണം, അത് ചിലപ്പോൾ ചോദിക്കാം. സോ ഇതാണ് ഞാൻ വരച്ച ഫിഗർ. തന്നിരിക്കുന്ന ഫോഴ്സിനെ എന്ത് ചെയ്തു? റിസോൾവ് ചെയ്തു. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് രണ്ടായിട്ട് ഇത്രയും ഫോഴ്സസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ റിസൾട്ടന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 4 സ്റ്റെപ്സ് ആണുള്ളത്. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ്, അപ്പോൾ റിസൾട്ടന്റ് ഓഫ് മോർ ദാൻ 2 കൺകറന്റ് ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 4 സ്റ്റെപ്സ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ find the algebraic sum of horizontal components.
അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇൻക്ലൈൻ ഫോഴ്സിനെയൊക്കെ എന്താക്കി ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടും വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, എല്ലാ ഹൊറിസോണ്ടൽ കോമ്പണൻസും തമ്മിൽ ആഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓൾജിബ്രായിക് സം ഓഫ് വെർട്ടിക്കൽ കോമ്പണൻസ്. നമ്മുടെ എല്ലാ വെർട്ടിക്കൽ കോമ്പണൻസും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നിരിക്കുന്ന ഫോഴ്സസിനെ നമ്മൾ റിസോൾവ് ചെയ്തു. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടും വെർട്ടിക്കൽ കോമ്പണന്റും റിസോൾവ് ചെയ്തു. ഈ ഹൊറിസോണ്ടൽ കോമ്പണന്റ്, അതായത് എഫ് കോസ് തീറ്റ മൈനസ് എഫ് കോസ് തീറ്റ മൈനസ് എഫ് കോസ് തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ, അങ്ങനെ ഹൊറിസോണ്ടൽ കോമ്പണന്റ്സ് എല്ലാം ആഡ് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പിൽ. സെക്കൻഡ് സ്റ്റെപ്പിൽ വെർട്ടിക്കൽ കോമ്പണന്റ്സ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പിൽ. ഇനി തേർഡ് സ്റ്റെപ്പിലാണ് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ. Magnitude of resultant R is equal to root of sigma h square plus sigma v square. ഇനി നമുക്ക് ഇതിന്റെ ഡയറക്ഷനും കാൽക്കുലേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ അതിന്റെ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് tan alpha is equal to sigma v divided by sigma h, or alpha is equal to tan inverse sigma v divided by sigma h. സോ ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ 4 സ്റ്റെപ്പും ക്ലിയർ ആയിക്കോളും. ഇപ്പൊ നിങ്ങൾ കൂടുതലൊന്നും ബോദർ ചെയ്യേണ്ട. അപ്പോൾ മോർ ദാൻ 2 കൺകറന്റ് ഫോഴ്സിന്റെ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 4 സ്റ്റെപ്സ് ഉണ്ടെന്ന് ഓർക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ്, സെക്കൻഡ് സ്റ്റെപ്പിൽ സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ്, തേർഡ് സ്റ്റെപ്പിൽ റിസൾട്ടന്റ് R കാൽക്കുലേറ്റ് ചെയ്തു, ഫോർത്ത് സ്റ്റെപ്പിൽ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ഉള്ള ഇക്വേഷൻ. ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, റിസൾട്ടന്റ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ ബി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച്. ക്ലിയർ ആണോ ഈ പറഞ്ഞ സ്റ്റെപ്സ്? ആൽഫ വി ആൽഫ എച്ച് അല്ല സിഗ്മ ബി സിഗ്മ എച്ച് എന്ന് പറയുന്ന റിസൾട്ടന്റ് അതിന്റെ ടോട്ടൽ അല്ലേ? വെർട്ടിക്കൽ കോമ്പണന്റിന് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ടോട്ടൽ, വെർട്ടിക്കൽ ഫോഴ്സിന്റെ ടോട്ടൽ. ഓക്കെ ഓക്കെ ഓക്കെ. അത് പ്രോബ്ലം ചെയ്യാൻ നിന്നാൽ നമുക്ക് സമയം പറ്റാണ്ട് വരും. ഞാൻ വേണമെങ്കിൽ ഒന്ന് സ്പീഡിൽ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് എത്ര ഫോഴ്സസ് ഉണ്ട് ഈ പ്രോബ്ലത്തില്? 200 എന്ന് പറഞ്ഞൊരു ഇൻക്ലൈൻ ഫോഴ്സ്, 400 എന്ന് പറഞ്ഞൊരു ഇൻക്ലൈൻ ഫോഴ്സ്, 600 എന്ന് പറഞ്ഞൊരു ഇൻക്ലൈൻ ഫോഴ്സ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഇൻക്ലൈൻ ഫോഴ്സിനെ എല്ലാം റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യാന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ കോമ്പണന്റും വെർട്ടിക്കൽ കോമ്പണന്റുമായിട്ട് റിസോൾവ് ചെയ്യണം. അപ്പൊ ഇതാണ് റിസോൾവ് ചെയ്തിരിക്കുന്നത്. 200 cos 45, 200 sin 45, minus 400 cos 30 plus 400 sin 30. ഇതാണ് minus 600 sin 60, minus 600 cos 60. റിസോൾവ് ചെയ്തിട്ട് സിഗ്മ എച്ചിൽ എന്ത് ചെയ്യണം? എല്ലാ ഹൊറിസോണ്ടൽ ഫോഴ്സ് തമ്മിൽ ആഡ് ചെയ്തു. അപ്പൊ 95.01 കിട്ടി. ഇനി സിഗ്മ വി ചെയ്യുമ്പോൾ എന്താണ്? സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ്, എല്ലാ വെർട്ടിക്കൽ ഫോഴ്സും തമ്മിൽ ആഡ് ചെയ്തു. ഇനി സ്റ്റെപ്പ് 3 എന്ത് ചെയ്യാണ്? റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ സോൾവ് ചെയ്തു. നമുക്ക് 201.94 ആൻസർ കിട്ടി. ഇനി റിസൾട്ടന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാണ്? ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച്. ഇത് നമുക്ക് ഇവിടെ നമ്മൾ സിഗ്മ ബി, ഈ ഇക്വേഷനകത്ത് ഒരു കാര്യം ഓർത്തിരിക്കണം. നമുക്ക് സിഗ്മ ബിയും സിഗ്മ എച്ചിന്റെ ആൻസർ നെഗറ്റീവ് സൈൻ എങ്ങാനും കിട്ടിയാണെങ്കിൽ നമ്മൾ അത് ഇടരുത്, പോസിറ്റീവ് വാല്യൂ ആയിട്ട് ഇട്ട് തന്നെ വേണം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തില് നമുക്ക് സിഗ്മ വിയുടെ ആൻസർ നെഗറ്റീവ് 178.19 ആണ് കിട്ടിയത്. സിഗ്മ എച്ച് പോസിറ്റീവ് 95.01. അപ്പോ ടാൻ ആൽഫ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനകത്ത് നമ്മൾ അങ്ങനെ നെഗറ്റീവ് സൈൻ ഇടരുത്, 2 സൈനും പോസിറ്റീവായിട്ട് തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ ടാൻ ഇൻവേഴ്സ് സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച്. അപ്പൊ നമുക്ക് ആംഗിൾ കിട്ടി, ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. ഇനി നമ്മൾ ഈ ഫിഗർ വരയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് സിഗ്മ എച്ച് കിട്ടിയത് എന്തായിരുന്നു? പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? സിഗ്മ എച്ച് ടുവേർഡ്സ് റൈറ്റ് ആണ്. സിഗ്മ ബി കിട്ടിയത് നെഗറ്റീവ് ആണ്. വെർട്ടിക്കൽ ഫോഴ്സ് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? അത് ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. 6 കാൽക്കുലേറ്റ് ചെയ്തു. ഈ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആണ് ആൽഫ വാല്യൂ. ആൽഫ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കണം. ഇതും കൂടി വരച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആയോ എന്താ പറഞ്ഞതെന്ന്?
കുറച്ച് സ്പീഡിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആൽഫ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ട് മാത്രമേ മേക്ക് ചെയ്യത്തുള്ളൂ. ആൽഫ ഹൊറിസോണ്ടൽ കോമ്പണന്റുമായിട്ട് മാത്രമേ ഉള്ളൂ. കണ്ടുപിടിക്കുന്ന ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആണ്. മനസ്സിലായി. ഈ ഫിഗർ വരച്ചത് ക്ലിയർ ആണോ? സിഗ്മ എച്ച് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്, അതുകൊണ്ടാണ് ടുവേർഡ്സ് റൈറ്റ്. സിഗ്മ വി കിട്ടിയത് നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. പിന്നെ ആറിന്റെ വാല്യൂ ഇപ്പൊ സിഗ്മ എച്ചിനും സിഗ്മ ബിക്കും ഇടയ്ക്കായിരിക്കും റിസൾട്ടന്റ് വരുന്നത്. ആ റിസൾട്ടന്റ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 61.93. ആൽഫയുടെ വാല്യൂ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ മാത്രമേ വരത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ ആംഗിൾ ഹൊറിസോണ്ടൽ ആയിട്ട് മാത്രമേ മേക്ക് ചെയ്യുള്ളൂ? അതെ, ആംഗിൾ ഹൊറിസോണ്ടലുമായിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ നമ്മൾ ഈ ഇത്രയും പ്രോബ്ലംസ് നോട്ട്ബുക്കിൽ ചെയ്ത് വെക്കുക. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മനസ്സിലാകുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു 6 പ്രോബ്ലംസ് ഇന്ന് ചെയ്തു. 6 പ്രോബ്ലംസും നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക. ഡൗട്ട്സ് വെച്ചോണ്ടിരിക്കരുത്, ബിക്കോസ് ഇനി അങ്ങോട്ട് കുറച്ചും കൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ തന്നെ ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ.